ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയാലോ ഗൗതം? റൗണ്ട്സിന് വന്നപ്പോൾ നമ്മളില്ലായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യേ, ശിവാനി അവിടെ മുറിയിൽ തനിച്ചല്ലേ? അത്യാവശ്യമായിട്ട് എന്തോ വീട്ടിൽ പോകണമെന്നാണ് അമ്മായി വിളിച്ചപ്പോൾ പറഞ്ഞത്. ഡോക്ടർ റൗണ്ട്സിന് വന്നതിന് പുറകെ അമ്മായി ഇറങ്ങി. നീ ശിവാനിയുടെ അടുത്തേക്ക് പോകും, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. ആ, ഡിസ്ചാർജിന്റെ കാര്യമൊക്കെ ചോദിക്കണേ ഗൗതം. അങ്കിള് പറയുന്നൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേക്ക്. ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. നീ കളിച്ചത് ഡബിൾ ഗെയിമാണ് ശിവാനി. നിന്റെ സ്വാർത്ഥതയാ. നീ വർക്ക് ചെയ്തത് എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീ നിന്റെ കാര്യം സാധിച്ച് നിധിയെ അങ്ങ് രക്ഷപ്പെടുത്തി വിട്ടു അല്ലേ? ഞാൻ നിധിയെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അങ്കിളിനോട്? ശരി, അത് വിട്. മോൾക്കിപ്പോ നിധിക്കെതിരെ മൊഴി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. നീ പോലീസിന് കൊടുത്ത മൊഴി മാറ്റി പറയണം, എന്നാലേ അവളെ അകത്താക്കാൻ പറ്റൂ. നിനക്ക് വേണ്ടി നല്ല ഉഗ്രം വക്കീലിനെ ഞാൻ വെച്ചു തരാം. നിധിയെ അകത്തിടുന്നത് മാത്രമല്ല, നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. പറ, മൊഴി മാറ്റാൻ പറ്റുമോ നിനക്ക്? ഒരു മറുപടി പറ ശിവാനി. നിധിക്കെതിരെ മൊഴി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല, എനിക്ക് പറ്റില്ല. മാഡത്തിന് എങ്ങോട്ടാ പോകേണ്ടത്? പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡില്. ആ വാർഡിലേക്ക് ഇപ്പൊ ബൈസ്റ്റാൻഡേഴ്സിന് വിടാൻ പറ്റത്തില്ല. വിടാൻ പറ്റില്ലെന്നോ? എന്താ പ്രശ്നം? ഞങ്ങൾ എറണാകുളം ബ്രാഞ്ചിൽ നിന്ന് ഡോക്ടറെ പേഷ്യന്റിനെ നോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആരെയും കയറ്റി വിടണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ പേഷ്യന്റിന്റെ അടുത്ത് ആരുമില്ല. ആ കുട്ടി ഇവിടെ തനിച്ചാ. എനിക്ക് പോയേ പറ്റൂ. മേഡം പറയുന്നൊന്ന് മനസ്സിലാക്കുക. ബൈസ്റ്റാൻഡേഴ്സിനെ എല്ലാം ഓൾറെഡി പുറത്തിറക്കിയേക്കുക. മേഡം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. മേഡം വെയിറ്റിംഗ് റൂമിൽ ഇരുന്നോളൂ. ഡോക്ടർ പോയി കഴിഞ്ഞിട്ട് വിളിക്കാം. പലരെയും ചതിച്ചിട്ടുണ്ട് ഞാൻ. അതെന്റെ ശീലമാണ്. പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടിട്ടില്ല. അതിന് നിന്നു കൊടുത്തിട്ടുമില്ല. അവസാനമായി ചോദിക്കാൻ ഞാൻ നിന്നോട്, നിനക്ക് നിധിക്കെതിരെ മൊഴി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞല്ലോ അങ്കിളെ, തൽക്കാലം അത് പറ്റില്ല. ഓക്കെ, നിന്റെ ആ തീരുമാനത്തിന് അംഗീകരിക്കുക ഞാൻ. ആക്സിഡന്റ് പറ്റിയത് നിനക്കാ, മൊഴി കൊടുക്കേണ്ടത് നീയാ. അപ്പൊ പിന്നെ ആ മൊഴി മാറ്റി പറയണമെന്ന് നിർബന്ധം പിടിക്കാനുള്ള അവകാശം എനിക്കില്ലല്ലോ. അങ്കിളെ, അത് പിന്നെ വേണ്ട മോളെ, ഇനി ഒന്നും പറയണ്ട. എന്നും നീ വിജയിച്ച് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ശരിയല്ലേ? ഇതൊക്കെ എനിക്ക് അറിയാം അങ്കിളെ. മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ നിധിക്ക് അനുകൂലമായി മോള് മൊഴി കൊടുത്തു. അതിനുശേഷം മോളങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലോ? അങ്കിളെ, അങ്കിളെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞതല്ല ഞാൻ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ. അപ്പോ അങ്കിൾ എന്ത് ചെയ്യുമായിരുന്നറിയോ? എന്താ? ഞാൻ മരിച്ചുപോയ അങ്കിൾ എന്ത് ചെയ്യും? ആ, പിന്നെ ഞാൻ ആ നിധിയെ വെറുതെ വിടുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അങ്കിളുടെ ഹോൾഡ് മോൾക്കറിയാലോ. മോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ആ മൊഴിയൊക്കെ അങ്കിള് പുല്ല് പോലെ മാറ്റിമറിക്കും. എന്നിട്ടോ ആ നിധിയുടെ പേരിൽ ഒരു കൊലപാതക കുറ്റം അങ്ങോട്ട് ചുമത്തും. ഉറപ്പായിട്ടും നിധി ജയിലിൽ പോകും. കാരണം മരിച്ചുപോയ മോള് വീണ്ടും നിധിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അതായത് മോള് മരിച്ചുപോയാൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന മൊഴി എനിക്ക് തിരുത്തിക്കാം. നിധിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മോള് മരിക്കുന്നതല്ലേ മോളെ നല്ലത്? അങ്കിളെ, അങ്കിളെ, നീ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. മേഡത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പൊ കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരാള് വേണ്ടേ? പ്ലീസ് എന്നെ ഒന്ന് അകത്തേക്ക് വിട്. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ പോവാൻ നോക്ക്. അങ്ങനെ വേണ്ടാന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഈ ഹോസ്പിറ്റലിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഞാനൊന്ന് കാണാൻ പോവാം. എന്താ മേഡം, എന്താ പ്രശ്നം? ഞാനിവിടുത്തെ PRO ആണ്. എന്റെ പേഷ്യന്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ തനിച്ചാ.
ഏതോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തി വിടാതെ ഇവിടെ തടഞ്ഞു വെച്ചേക്കുവാ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോ? അതാരാ? അത് പിന്നെ എറണാകുളം ബ്രാഞ്ചിലുള്ള ഡോക്ടറാ. ചിലപ്പോ സാറിന് അറിയില്ലായിരിക്കും. അത് കൊള്ളാലോ. ഞാൻ അറിയാതെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇവിടെ ഒന്ന് പരിശോധന നടത്തിയെന്നോ? നിങ്ങളോട് ആരാ പറഞ്ഞ ഇവിടെ വന്ന ആളെ തടയാൻ? എന്താ സാറേ, എന്താ പ്രശ്നം? പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് ആളെ കയറ്റി വിടരുതെന്ന് സെക്യൂരിറ്റി വിങ്ങിന് ആരെങ്കിലും നിർദ്ദേശം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ സാറേ. അല്ല സാർ, ഇവരെനിക്ക് പരിചയമില്ലല്ലോ. ഇവരാരാ? നിങ്ങൾക്കറിയില്ല ഇവര്? പുതിയ അപ്പോയിന്റ്മെന്റ് വല്ലതും നടന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഇവര് നമ്മുടെ എത്രയും സെക്രട്ടറി. വേഗം സാറിന് ചെന്നറിയിക്കും. സർ, പോരുത് പോരുത്. എന്ത്? നിൽക്കണം. സാറേ, ആ ഗൗതം നിധി ഇപ്പൊ ഇങ്ങോട്ട് വരും. ആ ഗൗതം നിധി ശിവാനി, ആരാ ശിവാനി ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയത്? നിനക്ക് എന്താ പറ്റിയ? അയാളെന്നെ കൊല്ലാൻ നോക്കി. ആര്? CQC. നിധിയുടെ പേരില് ഞാൻ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞ് നിന്റെ പേരില് കേസ് കൊടുക്കാനായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. മൊഴി മാറ്റില്ലെന്ന് പറഞ്ഞതിന് എന്നെ ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ശിവാനി? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ, ഒരാൾ ഡോക്ടറുടെ വേഷത്തിൽ വന്ന് ശിവാനിയെ കൊല്ലാൻ നോക്കി.